ഒരു വേനൽക്കാല അവധിക്കാലം ഇത്രമേൽ കണ്ണീരിൽ കുതിരുമെന്ന് ആരും കരുതിയിരുന്നില്ല. ചിരിയും കളിതമാശകളുമായി പുറപ്പെട്ട ആ യാത്ര കേരളക്കരയുടെ ആകെ നോവായി മാറിയിരിക്കുന്നു. മലപ്പുറം കുറുവ പാങ്ങിലെ ആ കൊച്ചു ഗ്രാമം ഇന്ന് വിറങ്ങലിച്ചു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട ഗുരുനാഥന്മാരും സഹപ്രവർത്തകരും കുരുന്നുകളും ഇനി ഓർമ്മകളിൽ മാത്രം. അതേ, വാൽപ്പാറ ചുരത്തിലെ 13-ാം ഹെയർപിൻ വളവ് കേരളത്തിനു സമ്മാനിച്ചത് ഒരിക്കലും ഉറങ്ങാത്ത ഒരു മുറിവാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 മണിയോടെയാണ് ആ നടുക്കുന്ന വാർത്ത പാങ്ങിലേക്കെത്തുന്നത്. തങ്ങളുടെ തൊട്ടടുത്ത സ്കൂളിലെ അധ്യാപകർ സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞിരിക്കുന്നു. ഇത് സത്യമാകല്ലേ എന്ന പ്രാർത്ഥനയോടെ ഫോൺ വിളിച്ചവർക്കും സ്കൂൾ അങ്കണത്തിലേക്ക് ഓടിയെത്തിയവർക്കും മുന്നിൽ ഒടുവിൽ ആ സത്യം വെളിപ്പെട്ടു. 9 ജീവനുകളാണ് ആ ചുരത്തിൽ പൊലിഞ്ഞത്. വാൽപ്പാറ സന്ദർശിച്ച് പൊള്ളാച്ചി വഴി മടങ്ങുന്നതിനിടെ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ 600 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. 13-ാം വളവിൽ നിന്നും താഴെ 9-ാം വളവിലേക്ക് ആ വാഹനം പതിക്കുമ്പോൾ ഒരു നാടിൻ്റെ സ്വപ്നങ്ങളാണ് ചിതറിത്തെറിച്ചത്. പ്രധാന അധ്യാപിക പി അജിത ടീച്ചർ, അധ്യാപകരായ റംല ടീച്ചർ, സുഹറ ടീച്ചർ, ആശ ടീച്ചർ ഇവർ വെറും അധ്യാപകർ മാത്രമായിരുന്നില്ല, ഒരു നാടിൻ്റെ അക്ഷര വെളിച്ചം കൂടിയായിരുന്നു ഇവരെല്ലാം. പാചകത്തൊഴിലാളി സാജിദയും GUPSലെ അധ്യാപിക ഷക്കീലയും മജീദും റുക്കയും ഒപ്പം 12 വയസ്സുകാരൻ ഹിഷാമും ആ അപകടത്തിൽ ഇല്ലാതായി. പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ നഷ്ടപ്പെട്ട കുരുന്നുകളുടെ തേങ്ങൽ ആർക്കാണ് കണ്ടു നിൽക്കാനാവുക? വരാനിരിക്കുന്ന അധ്യയന വർഷം ഈ അധ്യാപകരില്ലാത്ത ക്ലാസ് മുറികൾ പാങ്ങിലെ കുട്ടികൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാനാകും? മരണച്ചുഴിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട മസീന എന്ന 14 വയസ്സുകാരി നമുക്ക് മുന്നിൽ ഒരു വിങ്ങുന്ന ആശ്വാസമാണ്. ഒപ്പമുണ്ടായിരുന്നവർ ഓരോരുത്തരായി വിട പറഞ്ഞപ്പോഴും പരിക്കുകളോടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ആ കുട്ടി ദുരിതത്തിൻ്റെ ഭീകരതയ്ക്കിടയിലെ ഏക വെളിച്ചമാണ്. ഡ്രൈവർ ഫായിസ്, നൌഷാദ്, ഷഹദിൻ എന്നിവർക്കും പരിക്കു പറ്റിയിരുന്നു. ഇവരും ചികിത്സയിലാണ്. വാൽപ്പാറയുടെ ആ മനോഹരമായ കാഴ്ചകൾ ഇനി പാങ്ങുകാർക്കൊരു ഭീതിയായിരിക്കും. വിനോദയാത്രയ്ക്ക് പോയവർ വെളുത്ത തുണിയിൽ പൊതിഞ്ഞ് തിരികെ വരുമ്പോൾ അത് താങ്ങാൻ ആ ബന്ധുക്കൾക്ക് കരുത്തുണ്ടാകട്ടെ. പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ആ പ്രിയപ്പെട്ട മുഖങ്ങൾ അവസാനമായി കാണാനെത്തിയ വൻ ജനാവലി തന്നെ തെളിയിക്കുന്നു ഇവർ ആ നാട്ടിൽ എത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു എന്ന്. വാക്കുകൾക്കതീതമാണ് ഈ വേദന. വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് കണ്ണീരോടെ വിട നൽകുന്നു. അവരുടെ കുടുംബാംഗങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആദരാഞ്ജലികൾ.